അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോയിങ് ചാലഞ്ച് ആണ്. ഇന്ന് എന്താ വരയ്ക്കാൻ പോകുന്നത്? ഒരു വള്ളിച്ചെടി. ഒരു വള്ളിച്ചെടിയിൽ കുറേ ഇലകളും പൂക്കളും, അതിൻ്റെ ഇടയ്ക്ക് ഓരോ ചെറിയ ബട്ടർഫ്ലൈസ്. ഇത്രേ കിട്ടിയുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, എളുപ്പം. ഓക്കെ, അപ്പോൾ നമ്മൾ ബുക്കിൽ വരയ്ക്കാൻ വേണ്ടി പോവാണ്. കമൻറ്റ് ചെയ്യുക ആരുടെയാണ്. ഇതെൻ്റെ പേരെഴുതിയിരിക്കുമോ? ഒറിജിനൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി വരയ്ക്കാം. ഇങ്ങനത്തെ നടുക്ക് വേണം. ഈ സൈഡിൽ വരച്ചേ. അല്ല, സൈഡിൽ വരച്ചാലും നേരെ വരച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, വരച്ചാൽ പോരെ. നമ്മുടെ 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പാഠത്തിലൊരു പിക്ചറായത്. അല്ല, നിങ്ങൾക്കറിയാവോ? അല്ല, 5ാം ക്ലാസ്സിലെ ബുക്ക് മാറുന്നല്ല. അല്ല, അതല്ല, പണ്ടത്തെ. അയ്യോ, ഈ വർഷം അത് വെള്ളിലവള്ളി എന്നൊരു പാഠമാണ്. ഗായ്സ്, ഈ വർഷമായിരുന്നു 5ാം ക്ലാസ്, അല്ലാതെ കുറേ നാളൊന്നുമില്ല. ഗായ്സ്, നിങ്ങൾ വേണം പറയാൻ ആരുടെ മൊത്തത്തിൽ കുളമായി. മൊത്തത്തിൽ പോയാൽ സൈഡിൽ വരയ്ക്കാം. ഗായ്സ്, ഇന്നാണ് മദേഴ്സ് ഡേ. വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഗായ്സ്, നമുക്ക് ഇലയുടെ തുമ്പത്തായിട്ട് കുഞ്ഞി 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 പൂക്കൾ വരച്ചു കൊടുക്കാം. ഗായ്സ്, ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി. ഗായ്സ്, നമ്മുടെ കുട്ടിയുടെ കാൽ മുറിഞ്ഞാച്ച്. അത്ര കാണിക്കത്തുള്ളല്ലേ? അത്രയൊക്കെ മതി. ഞാൻ പേടിച്ചു പോയല്ലോ. ഇന്നിവിടെയാണ് വീഡിയോ. സോറി. അതെ അതെ, രണ്ടും കൊള്ളാമെങ്കിൽ അങ്ങനെയും പറയാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ സന്തോഷം നമ്മുടെ സന്തോഷം. വരയ്ക്കുന്ന കാണുമോ? കാണത്തില്ലല്ലോ. ഗൈസ്, എനിക്കിനി പൂമ്പാറ്റകളെയും കൂടെ വരച്ചാൽ മതി. വരയ്ക്കാം. അത്രയും കൂളപ്പട വരച്ച, അതുകൊണ്ടാണ് വേണ്ടത്. അയ്യോ അയ്യോ, എന്നാ മനോഹര പടമാണ്. നല്ല പടമല്ലേ? കൊള്ളത്തില്ലേ? അപ്പൊ എന്റെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞോ? ഞാൻ വരയ്ക്കുന്നത് എ ആണ്, ഇവള് വരയ്ക്കുന്നത് ബിയും. അങ്ങനെയല്ല, വള്ളിയെ പൂമ്പാറ്റ. നീ വരച്ചു. വള്ളിയെ പൂമ്പാറ്റ പറ്റിയിരിക്കും. പിന്നെ പൂവ് എന്തിനാ? തേൻ പിടിക്കല്ലേ? അത് പറന്ന് വരട്ടെ. തലയൊന്നും കാണുന്നില്ല. ഡോണ്ട് വറി, ഞാനിവിടെ ഡ്രോയിങ്ങിലാണ് കോൺസെൻട്രേഷൻ. തിങ്കളാഴ്ച അങ്ങോട്ട് വരുന്നല്ലേ നല്ലത്. നാളെ വൈകുന്നേരം വരുന്നത്. വൈകുന്നേരം
ചൊവ്വാഴ്ച അപ്പൊ നാളെ വൈകുന്നേരം നമുക്ക് ഒന്നിച്ച് എൻ്റെ വീട്ടിലോട്ട് പോയാൽ പോലെ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കണോ? ഒഴിച്ചു. ഇപ്പോൾ ഒഴിച്ചോ? ഇത് വരച്ച് കഴിഞ്ഞ് ഹൈഡ്രജൻ ഒഴിക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു പൂമ്പാറ്റ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞുക്കുരുപ്പുണ്ട് ഇവിടെ. ഇത് സോറി, ഇത് ചെടിയാണോ അതോ വള്ളിയാണോ? വള്ളി ഇങ്ങനെ ഇത്ര ഞാൻ അത്യാവശ്യം വരച്ചത്. അപ്പൊ ഗായ്സ്, ഇത് വേറൊരു സംഭവം ആയിരിക്കുകയാണ്. കാരണം മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് താഴോട്ടാണ് സാധാരണ വള്ളികളെല്ലാം കിടക്കാറ്. പക്ഷെ ഈ വള്ളി വ്യത്യസ്തമായി മരത്തിൻ്റെ ചില്ലയിൽ മുട്ടാതെ താഴെപ്പോയിട്ട്. നീ ഗംഗേ മുട്ടയല്ലേ വന്നത്? അത് മരം ഉണ്ടെന്ന് വിചാരിക്ക്. നമ്മൾ അങ്ങനെ നോക്കിയിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ഇപ്പം തൽക്കാലം നിങ്ങൾ എൻ്റെ കൊള്ളത്തില്ലെന്നൊന്നും പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയുക. ഞങ്ങളിവിടെ കിടന്ന് ഓരോന്നും പറയും. ഞങ്ങൾ താഴെ നിങ്ങൾ പറയുന്നതൊക്കെ വേറെയാണ്. ഇത് ഇത്രയും വരച്ചാൽ മാത്രം മതി. നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറയട്ടെ. പറഞ്ഞോളൂ. ഇത് പൂമ്പാറ്റം വരച്ച് കഴിഞ്ഞ് ചുമ്മാ ഇരുന്നാൽ പോലെ അവർ മാർക്ക് തരും. നമ്മൾ ഒരു ഉദാഹരണത്തിന് അങ്ങനെ ഗസ് ചെയ്യണം. മണിക്കുട്ടി, ഒരു കാര്യം പറയട്ടെ. ചിലപ്പോഴില്ലേ നമ്മൾ ആമിച്ചൻ്റെ നമ്മളുടെ ആമിച്ചൻ ആരാന്ന് കുറേ പേർക്ക് ചോദിക്കണമെന്നുണ്ട്. ആമിച്ചൻ്റെ വീഡിയോസൊക്കെ ഇടാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? അതിപ്പോൾ അങ്ങ് ഇടണ്ട, കുറച്ച് നാൾ കഴിയട്ടെ. ഗായ്സ്, എൻ്റെ പടം കഴിഞ്ഞു. എൻ്റെ പൂമ്പാറ്റകൾ വെറൈറ്റിയാണ്. എനിക്കൊരു കുഞ്ഞു പൂമ്പാറ്റ അടുത്ത് വന്നിരിക്കണം, എന്നാലേ ഒരു സമാധാനം. ഗായ്സ്, ഒരു വെറൈറ്റി സംഭവം കാണിച്ചു തരാം. എൻ്റെ ഈ പെൻസിലിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇതിൻ്റെ മുന ഇങ്ങനെ ഊരിയെടുക്കാൻ. കണ്ടോ? അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇനി പിന്നെ കണ്ടോ ഗായ്സ്? അടിപൊളിയല്ലേ? ഇനി നമുക്കിതെടുത്ത് തിരിച്ചു വെക്കാം. അല്ലെങ്കിൽ ഇതെടുത്ത് മറിച്ച് വെക്കാം. ഇതുണ്ടോ ഗായ്സ്? ഇതുണ്ടോ? ഒരു വരയ്ക്ക്. ഇതുണ്ടോ ഗായ്സ്? നിങ്ങൾ ആരെങ്കിലും ഇത്രയും മുന്നിലുള്ള പെൻസിൽ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ എപ്പോഴേ കണ്ടിട്ടുണ്ടായിരിക്കും. മിക്കതായാലും ഉണ്ടാകും. നിനക്ക് മോഹം ഒന്ന് കാണിക്കാമോ? ഡ്രോയിങ് ഗായ്സ്. ബിസിയോട് ബിസി. വരച്ച് കഴിഞ്ഞാ എന്നാ പറ്റി? ഗ്യാസാണോ? അതായത് ആ ഗ്യാസാണോ? എന്നെ പറ്റി? ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഇഞ്ചി വെളുത്തുള്ളി വേണോ? വേണ്ട, എന്നാൽ ഛർദ്ദില് മാറി. ഉണ്ടോ? കണ്ടു. അപ്പൊ ഗായ്സ്, ഇവിടുന്ന് ഹുമ്മനീര് വരും. സാധാരണ അവിടെ ഹുമ്മനീര് വരാറ്. ഓക്കെ, ഇല്ല അവരെ കാണിക്കാം. എനിക്ക് ഞാൻ മടക്കട്ടെ.
ഞാൻ വരച്ച പടം. ഇതാണ് കുഞ്ഞാറ്റ വരച്ച പടം. മണിക്കുട്ടിയുടെ പേര് പറയുമ്പോൾ മാത്രം റിയൽ നെയിമാണ്. ഇതാണ് ഗംഗ വരച്ച പടം. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ, ഇത് ഞാൻ വെച്ചത് ഇതവളെ വെച്ച ഏതാണോ, രണ്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ രണ്ടും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞേക്ക്. ഓക്കെ, ബൈ, ടാറ്റ.